വീട്ടിൽ കയറി സ്കൂട്ടർ അടിച്ചുമാറ്റി കടന്ന കള്ളന്മാർ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ചു. ചാവടിനട സ്വദേശി രേഷ്മയുടെ വാഹനമാണ് ഇത്തരത്തിൽ മോഷ്ടിച്ചത്. CCTV ഓഫ് ചെയ്ത ശേഷമായിരുന്നു ഈ മോഷണം. പ്രദേശത്തെ മറ്റ് CCTVകൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽനാഥ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, അപ്പോൾ CCTV കാഴ്ചയിൽ മനസ്സിലാവുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. എന്താണെങ്കിൽ ഈ രണ്ടു പേരും പെരുങ്കള്ളന്മാരാണ്, പഠിച്ച കള്ളന്മാർ കൂടിയാണ്. കാരണം ഈ CCTV ഒക്കെ ഓഫ് ചെയ്ത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇവന്മാരെക്കാൾ ബിരുദന്മാരായതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവരെ പൂട്ടുമെന്ന് തന്നെ കരുതാം. എന്തെങ്കിലും സൂചന ഈ കള്ളന്മാരെ കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ ഗോകുൽ? ഷിഹാസ്, തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മോഷണം തുടർക്കഥയാവുകയാണ്. മുൻപും പലപ്പോഴായി വാഹനങ്ങൾ മോഷണം പോയ പ്രദേശമാണ് ഈ തിരുവനന്തപുരം വിഴിഞ്ഞം ചാവടിനട. അവിടെയുള്ള രേഷ്മയുടെ സ്കൂട്ടറാണ് ഇന്ന് പുലർച്ചെയോടെ മോഷണം പോയെന്നുള്ളതാണ്. പോലീസ് CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി വരുന്ന ഘട്ടത്തിലാണ് ഈ പ്രദേശത്തെ CCTV ഓഫാക്കിയതിനു ശേഷമാണ് തസ്കര സംഘം വാഹനം കൊണ്ടുപോയതെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രദേശത്തെ മറ്റ് CCTVകൾ, പ്രത്യേകിച്ച് റോഡിലെ CCTVകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം. മുൻപ് ഈ സമാന രീതിയിൽ ഈ പ്രദേശത്ത് മോഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശികൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വീടിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് ഇത്തരത്തിൽ തസ്കര സംഘം പൂട്ട് പൊളിച്ചുകൊണ്ട് വാഹനം മോഷ്ടിച്ച് കടത്തിയെന്നുള്ളതാണ് പോലീസ് ഇതിൽ പറയുന്നത്. ഈ പ്രദേശത്തെ പറ്റി ധാരണയുള്ള ആളുകളാകാം, അല്ലെങ്കിൽ പ്രദേശം കണ്ടുവച്ച ശേഷം പിന്നീട് മോഷണം നടത്തിയതാകാം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രദേശത്ത് CCTVകളോ മറ്റോ ഇല്ലാത്തത് അന്വേഷണത്തെ വലിയ രീതിയിൽ തന്നെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് റോഡിലെ CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. മുൻപും സമാനമായ മോഷണ കേസുകളിൽ പലപ്പോഴും തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും മുൻപ് അറസ്റ്റായിട്ടുള്ള പ്രതികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് വിഴിഞ്ഞം പോലീസ് അന്വേഷണം. ശരി, അപ്പോൾ ഗോകുൽനാഥ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഈ ഒരു ചാവടിമുക്ക് പ്രദേശത്ത് ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ തുടർച്ചയായി തന്നെ മോഷണം നടത്തുന്നുണ്ട്. അപ്പോൾ എവിടെയുള്ള നാട്ടുകാരെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ ഈ സ്ഥിരമായിട്ടുണ്ടാകുന്ന മോഷണം ജനങ്ങൾക്ക് വലിയ ഭയമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് കൃത്യമായി ആരാണ് ഈ കള്ളന്മാർ, എന്താണ് ഇവരുടെ ലക്ഷ്യം, ഇതൊരു സ്ഥിരമായി എങ്ങനെയാണ് ഇത്തരത്തിൽ ആവർത്തിക്കുന്നത്, അതിനുള്ള ഉത്തരമൊക്കെ കണ്ടുപിടിക്കുക, കള്ളന്മാരെ പൂട്ടുക, ഒരു നാട്ടുകാർക്ക് സമാധാനം കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക.